നമസ്കാരം. ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിലാണ്. ബി ജെ പിക്ക് ഇപ്പോൾ അത്യാധുനിക സൗകര്യമുള്ള ഒരു സംസ്ഥാന കാര്യാലയമുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തത്. ആ ബി ജെ പിയുടെ ഓഫീസിനെ കുറിച്ചും ആ ഓഫീസിലെ സൗകര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പല വാർത്താ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ട്. തത്വമയിയും അത് വളരെ നേരത്തെ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചതാണ്. പക്ഷേ ബി ജെ പിയുടെ കാര്യാലയത്തിന് അതിനപ്പുറം നമ്മൾ പുറത്ത് കാണുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങൾക്കപ്പുറം ചില മാനങ്ങളുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സൂചിപ്പിച്ചതാണ്. ജനങ്ങളോട് അല്ലെങ്കിൽ വികസിത കേരളം എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ ഓരോ കാര്യാലയങ്ങളും എങ്ങനെ പ്രവർത്തിക്കണം എന്നതാണ് അദ്ദേഹം വിശദമാക്കിയത്. ഇനി പുതിയ കാര്യാലയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു മഹത് വ്യക്തിത്വത്തെയാണ്. അദ്ദേഹം രാഘവേട്ടൻ എന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം വിളിക്കുന്ന പി രാഘവാണ്. അദ്ദേഹം കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം വളരെ നാൾ മുമ്പ്, അതായത് 1969 മുതൽ തന്നെ ഈ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ജനസംഘത്തിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകനാണ്. എന്നതിലുപരി ഈ ബി ജെ പിയുടെ പഴയ സംസ്ഥാന കാര്യാലയം, അതായത് ഈ മാരാർജിയുടെ കാലഘട്ടം മുതൽ തന്നെ ഈ തിരുവനന്തപുരത്തെ ഈ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. സ്വാഗതം രാഘവേട്ട. ഇപ്പോൾ ഈ പുതിയ സംസ്ഥാന കാര്യാലയത്തെക്കുറിച്ചെല്ലാം നമ്മൾ വളരെയധികം കേട്ട് കഴിഞ്ഞു. സംസ്ഥാന കാര്യാലയം പഴയത് മുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അന്ന് മുതൽ തന്നെ താങ്കൾ ബി ജെ പിയുടെ ഓഫീസിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പഴയ കാര്യാലയത്തിൽ നിന്നും പുതിയ കാര്യാലയത്തിലേക്കുള്ള ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ്? വളരെ വളരെ സന്തോഷം നൽകുന്നതാണ്. ഞാനിവിടെ വരുന്നത് 1991 അവസാനത്തിലാണ്. മുകുന്ദേട്ടൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറി ആകുന്നതോടുകൂടിയാണ് ഞാനിവിടെ ഓഫീസിൽ വരുന്നത്. 10 വർഷക്കാലത്തോളം ഞാൻ ഓഫീസ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചു. ഞാനിവിടെ വരുമ്പോൾ ടൂട്ടേഴ്സ് ലൈനിലെ അരവിന്ദം എന്നൊരു പഴയ കെട്ടിടത്തിലാണ് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പരിമിതമായ സൗകര്യങ്ങൾ മാത്രം, ഭക്ഷണശാലയില്ല, ഭക്ഷണമില്ല, പരിമിതമായ സൗകര്യങ്ങളോട് പടവെട്ടി അന്ന് ജീവിച്ചു. മുകുന്ദേട്ടൻ ഓഫീസ് സെക്രട്ടറിയെ നിശ്ചയിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫീസിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി. വളരെ എല്ലാ പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ വളരെ ചെറിയ ചെറിയ ആത്മാർത്ഥ കൊണ്ട് മാത്രം പ്രവർത്തിച്ചിരുന്നവരാണ്. അത് കുറച്ച് നീണ്ടുപോയി, കുറച്ച് കാലം അത് നീണ്ടു. ഈ ഓഫീസ് ഉണ്ടാക്കിയത് രാമൻപിള്ള പ്രസിഡന്റായിരുന്ന കാലത്ത് ആദ്യത്തെ ഓഫീസ്. അന്ന് പ്രവർത്തകന്മാരിൽ നിന്ന് 1 രൂപ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ആ കെട്ടിടം ഉണ്ടാക്കിയ. രാമൻപിള്ളയായിരുന്നു അന്ന് പ്രസിഡന്റ്, മാരാർജി ജനറൽ സെക്രട്ടറി. അത് കഴിഞ്ഞ് മാരാർജി പ്രസിഡന്റ് ആവുന്നു, മുകുന്ദേട്ടൻ സംഘടനാ സെക്രട്ടറി ആവുന്നു. ആ സമയത്താണ് ഞാൻ ഈ ഓഫീസിലേക്ക് വരുന്നത്. അത് വളരെ വിഷമം പിടിച്ചൊരു കാലഘട്ടം. അതായത് ജനങ്ങൾക്ക് ദാരിദ്ര്യം, അതിനേക്കാൾ ദാരിദ്ര്യം പൊതുപ്രവർത്തകന്മാർക്ക്, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ വരുന്നത്. കുറച്ചു കാലം അവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോയി. ഈ സൗകര്യങ്ങൾ വേണം, കൂടുതൽ സൗകര്യമുള്ള ഒരു ഓഫീസ് വേണം എന്നെല്ലാവരുടെയും താല്പര്യപ്രകാരം അതിന് മുൻകൈ എടുത്തത് പൂന്തേട്ടനാണ്. ഈ സ്ഥലത്തിന് 11 പേരുടെ കയ്യിലായിരുന്നു, ഓരോരാൾക്കും 5 സെന്റ് വീതം. ഇങ്ങനെ 11 പേരെ കൂട്ടി അവരെല്ലാം യോജിപ്പിച്ച് അത് വാങ്ങിയെടുക്കാൻ വളരെയധികം കഴിവ്, പൂന്തേട്ടൻ്റെ ഇച്ഛാശക്തി നമുക്ക് അറിയാലോ. അതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലം വഴിയെടുക്കാൻ കഴിയുന്നത്. ഈ സ്ഥലത്തിനും ഈ 8 കെട്ട്, എല്ലാവരും 4 കെട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, 8 കെട്ടുണ്ട് ഉണ്ടായിരുന്നു. ആ 8 കെട്ട് വേറൊരു പ്രത്യേകത, ഈ വീട്ടിൽ 10 IAS IPS ഉദ്യോഗസ്ഥന്മാർ ജനിച്ച വീടാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ കൃഷ്ണാഞ്ജലി എന്നാണ്.
എസ് കൃഷ്ണകുമാർ, എസ് പത്മകുമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 പേര് ഈ വീട്ടിലാണ് ജനിച്ചത്. അത് അന്ന് പ്രവർത്തകന്മാരുടെ പണം പിരിച്ചും പല അനുഭാവികളായ ആൾക്കാരൊന്നും സ്വീകരിച്ചുകൊണ്ടാണ് ഈ സ്ഥലമെടുത്തത്. സ്ഥലമെടുത്ത് അത് കഴിഞ്ഞ് കുറേ വർഷം ഇവിടെ തന്നെ നമ്മൾ വെച്ചു. ഇവിടുത്തെ ഈ സൗകര്യം പോരാ, ചെറിയൊരു 8 കെട്ടാണ്, പഴയ മാതിരില്ല. അത് ഒരു വലുതാക്കി എടുക്കണം എന്നൊരാഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് അന്ന് മുകുന്ദേട്ടനായിരുന്നു. അതിനുശേഷമാണ് ഇതിന് തറക്കല്ല് പല പ്രാവശ്യം, ഒന്ന് 2 പ്രാവശ്യം തറക്കല്ലിട്ടു. നമ്മുടെ അവിടെ തറക്കല്ലിട്ടു, അദ്വാനിജി വന്നിട്ട്. ഇവിടെ വന്ന് പിന്നെ അമിത്ഷാ തറക്കല്ലിട്ടു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഓഫീസാണ്. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകന്മാർക്കും വളരെ അഭിമാനം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന ആദ്യകാലം മുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മുടെ ഒരു സ്വന്തം വീട് പണി ഉണ്ടാകുന്ന അഭിമാനം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് എല്ലാവരും മുൻകാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ സ്വന്തം വീടാണ് എന്ന നിലക്ക് കേരളത്തിലെ പാർട്ടിക്ക്, ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് അഭിമാനിക്കത്തക്ക ഒരു സാഹചര്യം ആണ് ഈ ഓഫീസിന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, നല്ല ഓഫീസ് വന്നു, നമ്മൾ ജനകീയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. പാർലമെന്റിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും പാർട്ടിയുടെ മേലെയുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാം ഫലമായി, ഭരണത്തിൻ്റെ എല്ലാം ഫലമായി നമ്മൾ ജയിച്ചു. അത് പോരാ. കേരളത്തിൽ 11 ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്താണ്. അതിൽ 3 5 തിരുവനന്തപുരത്തും 6 തൃശ്ശൂരിലും, 9 2-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്തിനോട് അടുത്ത് നിൽക്കുന്ന 10-20ഓളം മണ്ഡലങ്ങൾ. അപ്പൊ ഈ ഓഫീസിന് നിർവഹിക്കാനുള്ള ഒരു കർത്തവ്യം ഈ 40 മണ്ഡലങ്ങൾ പിടിക്കുക. ഈ 40 പിടിക്കുക എന്നല്ല, ഈ 40 മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രം കേരളത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓഫീസ് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷമായി മോഡിയും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിസഭാംഗങ്ങളെല്ലാം ചെയ്തു വരുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ, ഒരു 100 പദ്ധതികൾ എടുത്തു പറയാനുണ്ടാവും. ഇപ്പൊ പല ചാനലുകളിലും പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നാടിന് യശസ് ഉയർത്തി. ഇതിലോട് ചോദിച്ചാൽ പറയും ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ജനൌഷധി വന്നതാണ്. ചിലർ പറയും 85 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം വിതരണം നയിക്കുന്നതാണ്. അങ്ങനെ തുടങ്ങി ആയുഷ്മാൻ ഭാരത് എന്നാണ് ചിലർ പറയും. അങ്ങനെ ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ ഭരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത്. അതേപോലെ കഴിഞ്ഞ 60 വർഷമായി ഇടതും വലതും ഭരിച്ച് മുടിച്ച കേരളത്തിൽ ഒരു പുതിയ ഭരണം കാഴ്ചവെക്കാൻ ഈ ഓഫീസിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഈ പഴയ കാര്യാലയത്തിലെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? കാരണം പാർട്ടിക്കന്ന് കേന്ദ്ര ഭരണമൊന്നുമില്ല, പാർട്ടി ഇന്നത്തെ രീതിയിൽ കേരളത്തിലും ചുവട് വച്ചിട്ടില്ല. ആ സമയത്തെ പ്രവർത്തനം എന്തായാലും ഒരു വെല്ലുവിളിയായിരിക്കും. അതെങ്ങനെയായിരുന്നു? അത് പറയാം. എല്ലാവരും അവിടെയുള്ള നേതാക്കന്മാരും ഞങ്ങളെല്ലാം തന്നെ ഒരു പുല്ലുപായ ഒരു തലയിണ. ഞാൻ ഓഫീസ് സെക്രട്ടറി 2 ഫോണ്, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. 2 ഫോണ് 2 തലയുടെ 2 വശത്തിലായി വെക്കും. ഒരു പായ ഒരു തലയിണ. അങ്ങനെ എല്ലാവരും അതേപോലെ തന്നെ, എല്ലാ നേതാക്കളും അണികളും അവിടെയുള്ള എല്ലാ പ്രവർത്തകരെല്ലാം തന്നെ. പക്ഷേ വളരെ ഐക്യത്തോടു കൂടിയായിരുന്നു.
10 പേര് അല്ലെങ്കിൽ 5 പേര് 6 പേര് അധികം ഉണ്ടായിട്ടുള്ളൂ, കുറച്ച് പേരേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഇപ്പം ഇവിടെ ഒരു 60-ലധികം പിന്നെ ജോലിക്കാരുണ്ടാവും. അല്ല, ജോലിക്കാർ നമ്മുടെ ഇതിന് വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ, ഓഫീസ് നിയന്ത്രണത്തിനുള്ള ഒരു അത്രയും ആൾക്കാരുണ്ടാവും. അന്നെങ്കില 4-5 പേര്. അവര് രാത്രിയും പകലും, ഞാൻ പറഞ്ഞല്ലോ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 ഫോൺ അടുത്ത് വെക്കും. ഞാൻ ഓർക്കുന്നത് ശ്രീധരൻ മാഷ അമ്മ മരിച്ചത്, നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന മാരാർജി മരിച്ചത് അർദ്ധരാത്രി, രാജേട്ടന്റെ ഭാര്യ മരിച്ചത് അർദ്ധരാത്രി. അന്നെല്ലാം ഇതിലെ കൂടിയാണ് നമ്മൾ ഈ ലാൻഡ് ഫോണിലൂടെയാണ് വിവരറിയുകയും അത് തന്നെ രാത്രി പിന്നെ അവരെ ആ സമയത്ത് തന്നെ ട്രങ്ക് ബുക്ക് ചെയ്തിട്ടാണ് വിളിക്കേണ്ടത്. ഏട്ടന്റെ ഭാര്യ മരിക്കുമ്പോൾ അദ്ദേഹം കൽക്കത്തയിലാണ്. രാജേട്ടന്റെ ഡൽഹിയിലാണ്, രാജേട്ടൻ MP ആണ്. പക്ഷേ അമ്മയുടെ കൂടെ കൽക്കത്തയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ കൽക്കത്തയിൽ നിന്നാണ് വിവരം അറിയിച്ച് അദ്ദേഹം വന്നത്. ഒരു ശ്രീധരൻ മാഷ് എന്ന പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ ഒരു മീറ്റിങ്ങിന് പോയതായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച രാത്രിയാണ്, 2 മണിക്ക് മറ്റോ. ആ സമയത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പറയാൻ ആരുമില്ല. അദ്ദേഹത്തിന് ചെവി കുറച്ച് അത് പറയണ്ടേ, ചെവിക്ക് ഒരു ചെറിയതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഫോൺ വിളിച്ച കേൾക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിനെ, ഡൽഹിയിലെ ഒരു സുഹൃത്ത് അവിടെ ജനൽ ഇതാക്കിയിട്ട് ഉള്ളിൽ കിടന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നീ എങ്ങനെ വന്നു ആദ്യം ചോദിച്ചു. അങ്ങനെയുള്ള വളരെ ഇതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ അന്നത്തെ ദാരിദ്ര്യം എന്നിട്ട് വളരെ, പക്ഷെ അതിൽ ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട്, ഇപ്പം സുഹൃത്തുക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക, അങ്ങനെയുള്ള ചിലരെല്ലാം ഓണത്തിനും വിഷുവിനൊക്കെ ഷർട്ടും മുണ്ടൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം. അങ്ങനെയാണ് അന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പാർട്ടിയുടെ ഈ സംസ്ഥാന കാര്യാലയത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ അന്ന് അത്ര ഹെൽപ്പ് ഡെസ്ക് എന്നില്ലായിരുന്നുവെങ്കിൽ പോലും ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം, അല്ലെങ്കിൽ പ്രവർത്തകരുമായി അടുത്ത ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യാലയമായിരുന്നില്ല അതെ അന്നത്തെ. അതെങ്ങനെയാണ് ഈ പ്രവർത്തകർ? അന്ന് ഇന്നത്തെ പോലെയല്ല. അന്ന് എല്ലാ പാർട്ടികളും ജനങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. വേറെ മാർഗമില്ല, ഫോണില്ല, അങ്ങനെയുള്ള. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടേ പറ്റൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ, ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ സമ്പർക്കം ചെയ്ത്, അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുത്ത്, അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുത്ത്, എന്നാലും മാത്രമേ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അത് പ്രാവർത്തികമാക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമിക്കുക. ഇതാണ് എല്ലാ പാർട്ടികളും ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മകൾ, അന്ന് ഈ തിരുവനന്തപുരത്ത് കാര്യാലയം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? അന്നുണ്ടായില്ല. 86 ഇവിടെ, അന്ന് ചെറിയ ജില്ലേൻ്റെ മണ്ഡലത്തിൻ്റെ ഉണ്ടാവാം. പക്ഷെ 87 ശേഷമാണ് ഇവിടെ ഒരു വ്യാപകമായ വളർച്ച വന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഞാൻ ഇവിടെ ആയിരുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെയായിരുന്നു. കണ്ണൂരിൽ കൂത്തുപറമ്പിൽ തലശ്ശേരി ടൗണിൽ ജാഥ നയിച്ചുകൊണ്ട് ജാഥ ലീഡറായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. 2 മാസം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് പാലക്കാട്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുമ്പോൾ ഇലക്ഷൻ വരും എന്നുള്ള ഒരു ധാരണ കൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് നിശ്ചയിച്ചു. അടിയന്തരാവസ്ഥ കുറേ ഭാഗം, 1 കൊല്ലത്തോളം അവിടെ പാലക്കാടായിരുന്നു. അതാണ്. പാലത്തും കുറേ ഭീകരമായ മർദ്ദനമേറ്റു എന്ന് എല്ലാവരും പറയും ഇപ്പോൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായില്ല. കാരണം അന്ന് എൻ്റെ തൂക്കം 26 കിലോ ആയിരുന്നു. 21 വയസ്സും 26 കിലോ. അപ്പോൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാജനാവുമായിരുന്നു ഞാൻ. അന്ന് പോലീസുകാർ ഒന്ന് കൈകാര്യം ചെയ്താൽ ഞാൻ മറ്റൊരു രക്തസാക്ഷിയാവുന്നു, വലിയ ധനിയാവുമായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ട് വലിയ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളോട് പോലീസ് പിടിച്ചു, ഒരു ചവിട്ടി ഉള്ളിൽ കയറ്റും, ഒരു നടയടി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഗതി ഉണ്ടാവുമല്ലോ, അതേ ഉണ്ട്. പിന്നെ ആക്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ അക്രമത്തെ ഏറ്റുവാങ്ങാനുള്ള ആരോഗ്യം അന്നുമില്ല, ഇന്നുമില്ല. ഈ നേതാക്കളുമായിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? നേതാക്കന്മാരെല്ലാവരും നമ്മുടെ സ്വന്തം നേതാക്കളെ. രാജേട്ടൻ, രാമൻപിള്ള, KG മാറാർ, പിന്നെ മുകുന്ദേട്ടൻ, നാരായൺജി,
മുഴുവൻ സമയ പ്രവർത്തകനാകുന്ന പരമേശ്വർജിയുടെ കൂടെ 6 മാസം 67 കഴിഞ്ഞ് അദ്ദേഹം ഓൾ ഇന്ത്യ സെക്രട്ടറി ആയി കഴിഞ്ഞ ശേഷം 68-ലാണെന്ന് തോന്നുന്നു, 68-ലോ 69-ലോ ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 6 മാസം അദ്ദേഹം കോഴിക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാ പരിപാടികളിലും പോയിക്കൊണ്ട് എന്നെ ഒരു പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം 6 മാസക്കാലം അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു. പിന്നെ നാരായൺജി നമ്മുടെ ജനസംഘത്തിൻ്റെ സംഘടനാ സെക്രട്ടറി എന്ന നിലക്ക്, രാമൻപിള്ള, ഇവരൊക്കെ അവരെല്ലാവരുമായിട്ടും അന്നും ഇന്നും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും താങ്കളൊരു ഓഫീസിന്റെ ചുമതലയുള്ള വ്യക്തി 10 വർഷമായിട്ടുണ്ടായിരുന്നു നിലയിലാണ്. അപ്പോൾ ഇപ്പൊ പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു നേതാവ് അങ്ങനെ ഒരു നിലയിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം താങ്കളെ പോലെയുള്ള ധാരാളം ആളുകൾ പടുത്തുയർത്തിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തെ. അപ്പോൾ പുതിയ ഓഫീസിലേക്ക് വരുമ്പോൾ ഈ ഓഫീസിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഒരു പഴയ ഓഫീസ് മോഡലിലേക്കല്ല, ജനങ്ങളുമായി നിരന്തരം ഇടപെടണം. അവരുടെ പ്രശ്നങ്ങളുമായി ഇടപെടൽ മാത്രമല്ല, അവരുടെ വീടുകൾ, അവരുടെ ഒരു ഹൃദയ ഐക്യം നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വേണമെന്ന് ഞാൻ സ്ഥാനം നേടിയില്ല എന്ന് പറയണ്ട. ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ട്, ഞാൻ മേഖലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്, ഞാൻ പ്രഭാരിയായിട്ട് കുറേ ജില്ലകളിലുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഇപ്പം നാഷണൽ കൗൺസിൽ മെമ്പറാണ്. കേരളത്തിൽ 30 പേരേ ഉള്ളൂ, അതിലൊരാളാണ് ഞാൻ. അപ്പം ചുമതലകളില്ല എന്നല്ല, ചുമതലകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചുമതലകൾ പുറത്ത് കാണിക്കാൻ ഒരിക്കലും ഞാനത് കൊണ്ടു നടന്നിട്ടില്ല. പുറത്ത് കാണിക്കാനുള്ളതാണ് ചുമതലകൾ എന്ന് കൊണ്ടു നടന്നിട്ടില്ല. അതുകൊണ്ടാണ് പലരും ഈ ഓഫീസിനുള്ളിൽ തന്നെ കഴിഞ്ഞ ആളെന്ന് ധരിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ ചുമതലകളും ഏറ്റെടുത്തെങ്കിലും ഞാൻ ഒരു എന്താ പറയുക, അത് പ്രകടിപ്പിക്കുക. ഏത് ഞാൻ ഇന്നയാളാണ്, അല്ലെ ഞാൻ ഇന്നതായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം എനിക്ക് അന്നൂല്ല ഇന്നൂല്ല എന്നും ഉണ്ടാവില്ല. അത്തരത്തിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം അല്ലേ, അത് മറ്റു പാർട്ടികളിൽ നിന്നും BJP വ്യത്യസ്തമാക്കുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് സത്യല്ലേ. അതായത് BJPയുടെ ആദർശത്തിന്റെ അടിത്തറ നൽകിയത് ദീനദയാൽ ഉപാധ്യായാണ്. ദീനദയാൽ ഉപാധ്യായക്ക് രാഷ്ട്രീയത്തിൽ വരുന്നതിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. BJP ജനസംഘത്തിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്യാമപ്രസാദ് മുഖർജിയുടെ കൂടെ ധാരാളം പ്രചാരകന്മാരെ അയച്ചു. അതിൽ ഏറ്റവും 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ദീനദയാൽ ഉപാധ്യായ. അദ്ദേഹം പലപ്പോഴും പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം താല്പര്യമില്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. പരംഭോജിനി ഗുരുജി പറഞ്ഞൊരു വാക്കുണ്ട്, രാഷ്ട്രീയത്തിൽ താല്പര്യങ്ങളില്ല, മോഹങ്ങളില്ല, അതാണ് നിങ്ങളെ രാജനൈതിക രംഗത്തേക്ക് പറഞ്ഞയച്ചത്. അദ്ദേഹം ഒരു ആശയം നൽകുക മാത്രമല്ല, അതിനനുസൃതമായൊരു ജീവിതം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലൊരു ഉദാഹരണം, ഒരിക്കലും അദ്ദേഹം കയ്യിൽ കാശ് കൊണ്ട് നടക്കില്ലെന്ന്. കോഴിക്കോട് അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞ് 31-ാം തീയതി, ഡിസംബർ 31 അല്ല ജനുവരി 1, 68 ജനുവരി 1 അദ്ദേഹം മൈസൂരിലേക്കാണ് പരിപാടിക്ക് പോകേണ്ടത്. അന്ന് അദ്ദേഹം കാറിൽ കയറുന്നു. മൈസൂരേക്ക് കോഴിക്കോട് നിന്ന് കാറിലല്ല, 5-6 മണിക്കൂറിൽ കൊണ്ട്. അങ്ങനെ കാറിൽ കയറാൻ നോക്കുമ്പോൾ കാറിൽ അടുത്തുള്ളത് പരമേശ്വർജി ഉണ്ട്, രാജേട്ടനുണ്ട്, റാംബാബു ഗോഡ്ബളെ എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര സംസ്ഥാന സംഘടനാ സെക്രട്ടറി സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ അദ്ദേഹം ഒന്ന് കീശയിൽ നോക്കി, ഇന്നത്തെ പോലെ പറയൂല, അങ്ങനെയൊന്ന് വെറുതെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഗോഡ്ബോളജിക്ക് മനസ്സിലായി കയ്യിലൊന്നുമില്ല. ഒരു 100 രൂപ എടുത്തിട്ട് അതേ കീശയിൽ അടച്ചു കൊടുത്തു. കാറ് കയറി അദ്ദേഹം പോയി. അദ്ദേഹം മരിക്കുന്നതും മുഗൾ സാർ റെയിൽവേ സ്റ്റേഷനിൽ 5 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തോ സാധനം വാങ്ങിക്കാൻ ഇറങ്ങുന്ന സമയത്തായിരുന്നു. ആ സമയത്താണ് ദുരൂഹമായ സാഹചര്യത്തിൽ അപ്പം അദ്ദേഹം ഒരു ആശയം നൽകിയ. അപ്പം ആശയങ്ങളെ കുറിച്ച് ആർക്കും പറയാം, ആർക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാം. പക്ഷേ ആ ആദർശം സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതാണ്
ഏറ്റവും പ്രയാസകരം. ശപഥം ആർക്കും ചെയ്യാം, പക്ഷേ സാർത്ഥകമാക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയതും മുന്നോട്ട് നയിച്ചതും ഇനിയും മുന്നോട്ട് നയിക്കുന്നതും അത്തരം ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ മോഡിജി നല്ലതാണ്, അഴിമതി ഉണ്ടാവില്ല, അഴിമതി ഉണ്ടാകാൻ പാടില്ല. അമിത്ഷാ അഴിമതി ഉണ്ടാവില്ല. രാജ്നാഥ് സിംഗ് ഉണ്ടല്ലോ, അവര് ഇതേ പാതയിൽ പോകുന്നവരാണ്. അതുകൊണ്ട് 11 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു സത്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേ സമയത്ത് പൊള്ളത്തരം, കള്ളത്തരം, ഇത് മാത്രമേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ശോഭനമായൊരു ഭാരതം ഉണ്ടാവുന്നുള്ള ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. അതെ, ശോഭനമായ ഒരു ഭാവി ഭാരതം. രാഷ്ട്രത്തിനുണ്ട്. അതെ, അതോടൊപ്പം തന്നെ ശോഭനമായ ഒരു കേരളം, അതും ഇപ്പോ സ്വപ്നം കാണുകയാണ്. വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യമാണ്. എന്തായാലും പഴയ ആ കാര്യാലയത്തിൽ നിന്നും പുതിയ ഒരു കാര്യാലയത്തിലേക്കുള്ള മാറ്റം, അതിന് പിന്നിൽ താങ്കളുടെ അനുഭവങ്ങൾ, ഇതെല്ലാം പാർട്ടിയുടെ ഒരു ചരിത്രത്തെ തന്നെയാണ് ബോധ്യപ്പെടുത്തി തന്നത്. വളരെയധികം നന്ദി ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചതിന്. നന്ദി, നമസ്കാരം.